السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ 6ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായിട്ടുള്ള അൽ മവാരിദുൽ ജമീ എന്നുള്ള പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസുകളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ഫിഅൽ മാലി അതുപോലെ ഫിഅൽ മുലാരി അവയുടെ കൂടെ അന നെഹ്നു ഇവ ചേർന്ന് വരുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ഒരു മന്ദവുമാണ് കേട്ടോ. അത്തൊആമു ശഹി ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്നാണ് നമ്മുടെ ഒരു മൻലൂമയുടെ ഒരു കവിതയുടെ പേര് വന്നിട്ടുള്ളത്. അത്തൊആം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ്. അശ്ഹി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം. ഇതാണ് നമ്മുടെ മൻലൂമിൻ്റെ പേര് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കിവിടെ ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഹുനാക സൂറത്തുൻ ജമീല അല്ലേ. വഫി സൂറത്തി എന്താണ് അൽ ഖലറവാറ്റു വൽ ഫവാക്കിഹ് വൽ അസ്മാക് വൽ ലുഹൂം എന്തെല്ലാം ഉണ്ട് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? എന്തൊക്കെയാണ്? പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ പഴങ്ങളുണ്ട്, മാംസമുണ്ട്, മത്സ്യമുണ്ട് അല്ലേ. ഏതെല്ലാം ഫവാക്കിഹുകളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്? പാപ്പായ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ തുഫാഹുണ്ട്, മൗസ്, അനാനാസ്, ബിത്തീഹ്, ഇനബ്, ബുർത്തുഖാൽ, അതുപോലെ തന്നെ അല്ലസ്മാക്ക് അല്ലെ മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അല്ലുഹൂം മാംസവും ഒക്കെ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം അതിനെക്കുറിച്ചാണ് നമ്മുടെ ഒരു കവിത കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ആ ഒരു കവിത പാടി നോക്കാം അല്ലേ, എന്നിട്ട് നമുക്കതിൻ്റെ ആശയം എന്താണ് എന്ന് നോക്കാം. നോക്കൂ മക്കളെ. മാ അത്യാബൽ ത്വഅമു മാ അൻഫഅത് ത്വഅമു തഖ്വാ ബിഹിൽ അജ്സാമു തഹിയ അലൽ അയ്യാമി അൻവാഉഹു അദീദ وكلها مفيدة وأنفع الطعام ما كان بانتظام وكلنا نريد أن نأكل المزيد لكن من المفيد الأكل بانتظام ما أطيب الطعام ما أنفع الطعام تقوى به الأجسام تحيا على الأيام. ടീച്ചർ പാടിയത് എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ടീച്ചർ പാടിയ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു ഈണത്തിലൊക്കെ നിങ്ങൾ ഈ പാട്ട് പാടി പഠിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ ആശയം എന്താണ് എന്ന് നോക്കാം. മാ അത്യുബത്തൊആമു മാ അൻഫഅത്തൊആമു മാ അത്യുബ എത്ര നല്ലതാണ് എന്നാണ്. മാ അത്യുബത്തൊആമു എത്ര നല്ല ഭക്ഷണം അല്ലെ, എത്ര നല്ല ഭക്ഷണമാണ് ഇത്. മാ അൻഫഅത്തൊആമ ഇവിടെ മാ അത്യബ എന്നുള്ളതൊക്കെ ഒരു അത്ഭുതത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതായത് മാ അത്യബ എത്ര നല്ലത് അല്ലേ, എത്ര നല്ല ഭക്ഷണം. അതുപോലെ തന്നെ മാ അൻഫഅത്ത ആമോ എത്ര നല്ല എത്ര ഉപകാരപ്രദമായിട്ടുള്ള ഭക്ഷണമാണ് എന്നാണ്. മാ അത്യബ എത്ര നല്ലതാണ് അല്ലേ, അൽ അത്ത ആമ ഭക്ഷണം. അതുപോലെ തന്നെ മാ അൻഫ എത്ര ഉപകാരപ്രദമാണ് അത്ത ആമോ ഭക്ഷണം എന്നാണ്. തഖ്വ ബിഹി അതിലൂടെ എന്ത് ചെയ്യുന്നു? തഖ്വ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളതായിത്തീരുന്നു. അൽ അജ്സാമ എന്താണ്? തഖ്വ ബിഹിൽ അജ്സാമ ശരീരങ്ങളൊക്കെ അതിലൂടെ എന്താണ്? ശക്തിയുള്ളതായി തീരുകയും ചെയ്യുന്നു എന്നാണ്. തഹ്യ അതിലൂടെ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അലൽ അയ്യാമി ദിവസങ്ങളോളം അല്ലെ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ എന്താണ്? ദിവസങ്ങളോളം ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ്. അൻവാഉഹു അദീദത്തുൻ അൻവാ എന്ന് പറഞ്ഞാൽ നൗ എന്നതിൻ്റെ ജം ആണ് അൻവാ എന്ന് പറയുന്നത്. ഇനങ്ങൾ എന്നാണ് കേട്ടോ, ഐറ്റംസ് അതുപോലെ ഇനങ്ങൾ, ഇതിനാണ് നമ്മൾ അൻവാ എന്ന് പറയുന്നത്. അൻവാഉഹു അദീദത്തുൻ അദീദത്തുൻ എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ഇനങ്ങളൊക്കെ അതിലുണ്ട്. വകുല്ലുഹ അവയെല്ലാം തന്നെ മുഫീദത്തുൻ ഉപകാരപ്രദമായിട്ടുള്ളതാണ് എന്നാണ്. വകുല്ലുഹ അവയെല്ലാം തന്നെ മുഫീദത്തുൻ ഉപകാരപ്രദമായിട്ടുള്ളതാണ്.
വ അൻഫഉ ത്വആമി മാ കാന ബിൻ തുലാമി. വ അൻഫഉ ത്വആമി, ഭക്ഷണത്തിൻ്റെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്? മാ കാന ബിൻ തിലോമി, അതൊരു വ്യവസ്ഥയോട് കൂടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാവുന്ന സമയത്താണ് എന്നാണ്. മാ കാന ആയിരിക്കുന്നതായ ഒന്നാണ്, ബിൻ തിലോമി ഒരു സിസ്റ്റത്തോട് കൂടിയിട്ട് ഒരു വ്യവസ്ഥയോട് കൂടിയിട്ടായിരിക്കുന്ന സമയത്താണ് ഭക്ഷണം ഏറ്റവും ഉപകാരപ്രദമായി തീരുന്നത് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ വക്കുല്ലുന നുരീദു, നാം എല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നത്, നാം എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് അന്ന ഉക്കുലൽ മസീദ, ധാരാളം കഴിക്കുവാനാണ്. അന്ന ഉക്കുല തിന്നുവാനാണ്, കഴിക്കുവാനാണ്, അൽ മസീദ ധാരാളമായിക്കൊണ്ട്. ലാക്കിൻ പക്ഷേ, മിനൽ മുഫീദി ഉപകാരപ്രദമായിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്? അൽ അക്കിലോ, നമ്മൾ തിന്നുന്നതാണ്, ബിൻ തിലോമി ഒരു വ്യവസ്ഥയോട് കൂടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട്, അല്ലേ? എപ്പോഴും വാരി വലിച്ച് ഭക്ഷണം കഴിക്കുക എന്നല്ല, അതൊക്കെ അതിൻ്റേതായ ഒരു രൂപത്തിൽ ഒരു വ്യവസ്ഥയോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായി തീരുന്നത് എന്നാണ്. മാ അത്തിയബത്ത് ആമി, എത്ര നല്ല, അല്ലെ എത്ര നല്ല ഭക്ഷണം. അതുപോലെ തന്നെ മാ അൻഫഅത്ത് ആമി, എത്ര ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഭക്ഷണം. തഖവാബിഹിൽ അജ്സാം, അതിലൂടെ എന്താണ്? ശരീരങ്ങളൊക്കെ ബലമുള്ളതായിത്തീരുന്നു, ശക്തിയുള്ളതായിത്തീരുന്നു. തഹ്യ അലൽ അയ്യാമി, ദിവസങ്ങളോളം ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ്. നോക്കൂ, അബ്ദുള്ള അൻ നഫീഇ എന്ന് പറയുന്ന ഓദറാണ്, അദ്ദേഹമാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അവിടെ വെച്ചിട്ട് വായിക്കാം. അപ്പോൾ കവിതയും കവിതയുടെ ആശയമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇനി നമുക്ക് താഴെ ആയിക്കൊണ്ട് നോക്കൂ, നഖറഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ്. അഷ്ശാഇർ, അതായത് കവിയെക്കുറിച്ചുള്ള അബ്ദുള്ള അൻ നഫീഇ എന്ന് പറയുന്ന കവിയെക്കുറിച്ചുള്ള ചെറിയൊരു ബയോഗ്രഫിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ജീവചരിത്രം നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വലിദ ഫി മദീനത്തി അൽ കുവൈത്ത് സെന 1938 ميلادية وتخرج من كلية الآداب بجامعة الكويت عام 1963 ميلادية. عمل في وزارة التربية الكويتية مدرسا للغة العربية والأدب، ثم مديرا للمدرسة، ثم وكيلا لوزارة التربية. ومن الدواوين الشعرية له أعاني الليل والنهار وأرض الحلم. എന്താണ് പറയുന്നത്? വലിദ, അദ്ദേഹം ജനിച്ചത്, ഫി മദീനത്തി അൽ കുവൈത്ത്, എവിടെയാണ്? കുവൈത്ത് പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സെന 1938 മീലാദിയ, 1938 കുവൈത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തഖറജ, തഖറജ എന്ന് പറഞ്ഞാൽ ബിരുദമെടുക്കുക, ഗ്രാജുവേഷൻ പൂർത്തിയാക്കുക എന്നാണ്. അതായത് ഡിഗ്രി പൂർത്തിയാക്കുക കേട്ടോ. മിൻ കുല്ലിയത്തുൽ ആദാബ്, ആർട്സ് കോളേജിൽ നിന്നും, ബിജാമിയത്തുൽ കുവൈത്ത്, കുവൈത്ത് യൂണിവേഴ്സിറ്റിയിലെ ആർട്സ് കോളേജിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഡിഗ്രി പൂർത്തിയാക്കി. ഏത് വർഷത്തിലാണ്? 1963 കേട്ടോ. അമില, പിന്നീട് അദ്ദേഹം ജോലി ചെയ്തു, ഫി വിസാറത്തി തർബിയ അൽ കുവൈറ്റിയ, കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. എഡ്യൂക്കേഷൻ മിനിസ്ട്രി, അതാണ് വിസാറത്ത് തർബിയ എന്ന് പറഞ്ഞാൽ. മുദദ്ദിസൻ, അധ്യാപകനായിക്കൊണ്ട്, ലിലുഅത്തുൽ അറബിയ വൽ ആദാബ്, അറബി ഭാഷാ സാഹിത്യത്തിലെ അധ്യാപകനായിക്കൊണ്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്തു എന്നാണ്. സുമ്മ, പിന്നീട് മുദീറൻ, മുദീർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ എന്നാണ്. ലിൽ മദ്രസ, സ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. സുമ്മ വക്കീലൻ, പിന്നീട് അദ്ദേഹം വക്കീലായിക്കൊണ്ട്, അതായത് അതിൻ്റെ ഏജൻ്റ് ആയിക്കൊണ്ട്, ലി വിസാറത്ത് തർബിയ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വക്കീലായിക്കൊണ്ട് അദ്ദേഹം ജോലി ചെയ്തു. ഒമിന ദവാവീന് ഷഅരിയ, ദവാവീന് ഷഅരിയ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരങ്ങൾ എന്നാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കുറേ കവിതകളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് സമാഹരിച്ച് വെച്ചിട്ടുള്ള ഗ്രന്ഥം, അതാണ് ദവാവീന് ഷഅരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ദവാവീന് ഷഅരിയ എന്ന് പറയുന്നത്? ഒന്ന് അല്ലൈലു വന്നഹാർ എന്ന് പറയുന്നതാണ്. രണ്ടാമത്തേത് അർദുൽ ഹുൽമ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച്, അതായത് അബ്ദുള്ള അൻ നഫീയെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുള്ളതായ ഒരു ചെറിയ ബയോഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ.
മക്കളെ, അപ്പം നിങ്ങൾക്ക് കവിതയും കവിതയുടെ ആശയമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്, ഇല്ലേ? ഇൻഷാ അല്ലാ ഇനി നമുക്കിതിൽ ആക്ടിവിറ്റീസുകൾ വരുന്നുണ്ട്. അത് ടീച്ചർ അടുത്ത വീഡിയോയിലായിക്കൊണ്ട് അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.